എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പിഗ്മെന്റേഷൻ ഡേ 3. ഇന്നത്തെ പിഗ്മെന്റേഷൻ ഡേയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു കിഡിലിനൊരു ഫേസ് മസാജാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഫേസ് മസാജ് എന്ന് പറഞ്ഞാൽ പിഗ്മെന്റേഷന് വേണ്ടിയിട്ട് മാത്രം സഹായിക്കുന്നതല്ല, പിഗ്മെന്റേഷൻ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും. അതോടൊപ്പം തന്നെ ഫേസ് നല്ലപോലെ ലിഫ്റ്റ് ചെയ്യാനും സഹായിക്കും. നല്ലപോലെ ലിഫ്റ്റ് ആകും ഫേസ്. അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെന്റേഷൻ പ്രോഡക്ട്സ് വാങ്ങിച്ച ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ഈ പ്രോഡക്ട്സ് നമ്മുടെ ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രമാണോ അപ്ലൈ ചെയ്യേണ്ടത്, ഒരു ഫേസ് ഫുള്ളായിട്ടും അപ്ലൈ ചെയ്യണമെന്ന്. നിങ്ങൾ ഫേസ് ഫുള്ളായിട്ടും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പോഴല്ലേ നമ്മുടെ സ്കിന്ന് ഈവൻ ആയിട്ട് വരുള്ളൂ. അതുകൊണ്ട് ഫുൾ ഏരിയയിലും കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. ഒരു മാസമെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം വേണം റിസൾട്ട് പ്രതീക്ഷിക്കാൻ. അല്ലാതെ ഒരു ദിവസം ഒരാഴ്ചയൊക്കെ ഇട്ടിട്ട് ഉടനെ നിങ്ങൾ റിസൾട്ട് പ്രതീക്ഷിക്കരുത്. നല്ലൊരു ദൈവവിശ്വാസത്തോടു കൂടി നമുക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും, അത് എന്ത് മതമായിക്കോട്ടെ, എന്ത് ജാതി, എന്ത് ഇതും ആയിക്കോട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൽ ഒരു വിശ്വാസത്തോടു കൂടി വേണം എപ്പോഴും ചെയ്യാനായിട്ട്. പ്രത്യേകിച്ചും ഈ ആയുർവേദം, ഹെർബൽ പോലുള്ള സാധനങ്ങൾ നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴും, ഫേസിൽ നല്ല എവിടെയായിരുന്നാലും നമ്മൾ ഉപയോഗിക്കുമ്പോഴായിരുന്നാലും ദൈവത്തെ വിചാരിച്ചിട്ട് അത് ശരിയാകും എന്നുള്ള 100% കോൺഫിഡൻസോടുകൂടി ചെയ്താൽ മാത്രമേ റെഡി ആവുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടുകൂടി വേണം നിങ്ങൾ എല്ലാ പ്രോഡക്ട്സും യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് സ്പെസിഫിക് ആയിട്ട് ഞാൻ പാക്കുകളൊന്നും ഇടുന്നില്ല. ഞാനൊരു ഫേസ് മസാജ് ഇന്ന് ചെയ്യാനുള്ളൊരു ഫേസ് മസാജും കാണിച്ചു തരാം. കൂടെ നമ്മുടെ ക്രീം ഉണ്ടല്ലോ, അതായത് പിഗ്മെന്റേഷൻ ക്രീം, അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഫസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ, ഇതിന് മുമ്പ് നമ്മൾ ഡേ 1 ഡേ 2 ഇട്ടിട്ടുണ്ട്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ പിഗ്മെന്റേഷൻ ചലഞ്ച് എന്നും പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡേ 1 ഡേ 2 ഡേ 3 ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഡേ 1 ഡേ 2 ഓരോന്നായിട്ട് ചെയ്ത് പതുക്കെ മുമ്പോട്ട് വന്നാൽ മതി. ഞാൻ അതിനുശേഷമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ചിലർക്ക് ഹെറിഡിറ്ററി ആയിട്ട് വരും, ചിലർക്ക് തൈറോയിഡ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് വരും, ചിലർക്ക് PCOD പ്രോബ്ലം, ഹോർമോൺ ഇംബാലൻസ്, ചിലർക്ക് അധികമായിട്ട് വെയിൽ കൊള്ളുന്നതുകൊണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിഗ്മെന്റേഷനും. അത് കാര്യം മനസ്സിലാക്കി നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഇൻടേക്ക് ചെയ്യാനുള്ളതാണെങ്കിൽ ഇൻടേക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പിഗ്മെന്റേഷൻ കോംബോയിൽ ഞാൻ കൊളാജൻ പൗഡറും കൂടെ ആഡ് ചെയ്തേക്കുന്നത്. കാരണം ചിലർക്ക് കൊളാജന്റെ കുറവ് കൊണ്ടും ഈ ഒരു പിഗ്മെന്റേഷൻ ജാസ്തിയായിട്ട് കൂടുതലായിട്ട് വരും. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എനിമ യൂസ് ചെയ്യുക. എനിമ കപ്പ് യൂസ് ചെയ്ത് നമ്മുടെ വയറിനെ ഒന്ന് അപ്പോഴപ്പോഴൊന്ന് ക്ലീനും കൂടെ ചെയ്ത് കൊടുക്കണം. അപ്പോഴും പിഗ്മെന്റേഷൻ നല്ലതുപോലെ നീറ്റ് ആകും. ആ ഒരു എനിമ കപ്പിനെ കുറിച്ച് നാളെ എനിക്ക് പറഞ്ഞുതരാം. ഇന്ന് ഞാനിപ്പോൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എനിമ കപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. എങ്കിലും ഞാനൊരു പ്രാവശ്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഒരു ലെങ്തി വീഡിയോ ആണ്, കാരണം വലിയ മസാജിങ് സ്റ്റെപ്പാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം സമയം അത്രയും ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല. നാളെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പം ഇന്ന് ചെയ്യേണ്ടുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞിരുന്നാൽ മതി. പ്രോഡക്ട്സ് വാങ്ങിക്കാനൊക്കെ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി. മാക്സിമം മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക. കോൾസ് കണ്ടിന്യൂസ് വരുമ്പോൾ എനിക്ക് കോൾസ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഫേസ് വാഷ് അല്ല, ഇന്ന് ഞാൻ സോപ്പാണ് ഉപയോഗിച്ചേക്കുന്നത്. നമ്മുടെ തന്നെ സോപ്പ് കണ്ട, ഈ ഒരു പിമ്പിൾ മാർക്ക് വന്നതിൻ്റെ അത് ഇതുവരെ പോയില്ല, ആ മാർക്കായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ പിഗ്മെന്റേഷൻ സോപ്പ് ഉപയോഗിച്ച്, പിഗ്മെന്റേഷൻ സോപ്പ് പല കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ റെഡ് സാൻഡൽ ഉപയോഗിച്ച്, റെഡ് സാൻഡൽ മാത്രമായിട്ട് ഒരു സോപ്പുണ്ട്, റെഡ് സാൻഡൽ സോപ്പും ഉണ്ട്, അത് സെപ്പറേറ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് പല കോമ്പിനേഷനിലാണ് സോപ്പുകൾ തന്നേക്കുന്നത്. അപ്പോൾ ആ സോപ്പ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് പിഗ്മെന്റേഷൻ മാറ്റിയെടുക്കുക. ഇപ്പം ഞാൻ പിഗ്മെന്റേഷൻ വെച്ച് ഫേസ് വാഷ് വെച്ച് സോപ്പ് വെച്ച് നല്ലപോലെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം. ഓയിലോ നിങ്ങൾക്ക് എന്താണോ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യാം. നല്ലപോലെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫ്ലാക്സീഡ് ജെല്ലൊക്കെ നല്ലതാണ് കേട്ടോ. ഫേസിൽ നല്ല ഒരു ഗ്ലോ ഒക്കെ കിട്ടാനായിട്ട് ഫ്ലാക്സീഡ് ജെല്ലൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ. ഫ്ലാക്സീഡ് നല്ലപോലെ ഞാൻ നോക്കട്ടെ, ഞാൻ പറ്റുവാണെങ്കിൽ ഞാനൊന്ന് ഉണ്ടാക്കി കാണിക്കാമേ. കഴുത്തും ഒന്നും മറന്നു പോകരുത്, കഴുത്തും നമുക്കുള്ളതാണ്.
പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് സമയം ഒരുപാട് ആവുന്നതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കില്ല. ഞാൻ പണ്ടോട്ടേ ഇങ്ങനെ കേട്ടോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വിശാലമായിട്ട് കാര്യം പറയുന്ന ഒരാളാണ്. എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്ന ഇഷ്ടമല്ല. ഞാനിങ്ങനെ പതുക്കെ മനസ്സിലാക്കി അവർക്ക് മനസ്സിലായോ ഇല്ലയോ, ഞാൻ എൻ്റെ ഈ ക്ലാസ്സിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും ഞാനിങ്ങനെ ഇല്ലയോ മനസ്സിലായോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പം അതൊക്കെ ഒന്ന് കുറച്ച് സഹിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർ കാണാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഫേസിലൊക്കെ ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്സ് ഇപ്പം ഞാൻ പറയുന്നത്, ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ ആ പ്രഷർ പോയിന്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ മസാജ് ചെയ്യുന്നത്, ഇവിടെ പ്രഷർ കൊടുക്കുന്നത്, പിന്നെ നമ്മുടെ ഇവിടെ പ്രഷർ കൊടുക്കുന്നത്, ഇവിടെ പ്രഷർ കൊടുക്കുക, അതെല്ലാം നിങ്ങൾ ഇന്നും കറക്റ്റായിട്ട് രാവിലെയും വൈകുന്നേരവും ചെയ്യണം. അത് ദിവസവും ആ മസാജിങ് പോയിന്റ്സ് നിങ്ങൾ ദിവസവും മസാജ് ചെയ്യണം, അത് മറക്കരുത്. പിന്നെ മസാജിങ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറയുന്ന മസാജിങ് സ്റ്റെപ്സ് ചെയ്താൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെറ്റിയുടെ 2 സൈഡിലായിട്ട് കൈ വയ്ക്കുക. അതിനുശേഷം ഒരു പ്രഷർ കൊടുത്തിട്ട് പതുക്കെ മസാജ് ചെയ്ത് ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം താഴേക്ക് കൊണ്ടുവന്ന് താഴേക്ക് ആക്കുക. ഓക്കെ, അതായത് ഇവിടുന്ന് സൈഡിലേക്ക് മസാജ് ചെയ്ത് ഇവിടെ 1 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവന്ന് താഴേക്ക് 1, സൈഡിലേക്ക് കൊണ്ടുവരിക, താഴേക്ക് വന്ന് താഴേക്ക് 2, പ്രസ് ചെയ്യുക, സൈഡിലേക്ക് കൊണ്ടുവരിക, താഴേക്ക് വന്ന് താഴേക്ക് 3. കറക്റ്റായിട്ട് നോക്കി ചെയ്യണം കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ ചെയ്താലേ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. 4, 5, നല്ലൊരു റിലാക്സേഷൻ ആണ് അങ്ങനെ ചെയ്യുമ്പോൾ. 6, 7, 8, 9, 10. ഓക്കെ, ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കണ്ണിന്റെ കോർണറിൽ നിന്നും അകത്തേക്ക് മസാജ് ചെയ്ത് കോർണറിൽ ഈ ഒരു പ്രഷർ പോയിന്റിൽ കൊണ്ടുവന്നിട്ട് നല്ല മുകളിൽ കൂടി മസാജ് ചെയ്ത് നമ്മുടെ ഈ ഒരു ടെമ്പിൾ ഏരിയയിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും അകത്തേക്ക് പോയി ഈ കോർണറിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് തന്നെ ബാക്കിലേക്ക് വന്ന് നെറ്റിയുടെ അടുത്തേക്ക് ഈ ടെമ്പിൾ ഏരിയയിലേക്ക് വന്നിട്ട് താഴേക്ക്. മനസ്സിലായോ? സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഭാഗത്തുനിന്ന് വേണം. ഇവിടുന്ന് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ സൈഡിലേക്ക് കറങ്ങി അവിടെ വന്ന് വീണ്ടും അകത്തേക്ക് പോയിട്ട് വെളിയിലേക്ക് വന്ന് നമ്മുടെ ടെമ്പിൾ ഏരിയയിലേക്ക് പോയി താഴേക്ക് 2. ഓക്കെ, ഇവിടുന്ന് വെളിയിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അകത്തോട്ട് വന്ന് കറങ്ങി വന്നിട്ട് വീണ്ടും അകത്തേക്ക് പോയി വെളിയിലേക്ക് വന്ന് താഴേക്ക് 3. നല്ലതായിട്ട് സ്ലോ ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. 4, 5. ഇത് കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി സ്ലോ ആയാലും വീഡിയോ ലെങ്തി ആയാലും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ചെയ്യാൻ പറ്റുമല്ലോ. 6, കണ്ടോ, ടെമ്പിൾ ഏരിയയിൽ വന്നിട്ട് വേണം താഴേക്ക് വരാൻ. 7, ശ്രദ്ധിച്ച് ചെയ്യാം. നമ്മുടെ ഈ മോതിര വിരൽ വെച്ചിട്ട് ചെയ്യാം. 8, 9, 10. ഓക്കെ, അത് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര റിലാക്സേഷൻ ആണ് കേട്ടോ. എന്തോ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ്റെയും ഒക്കെ ചേർന്നിട്ട് ഭയങ്കര റിലാക്സേഷൻ ആണ്. കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നല്ല പ്രഷർ കൊടുത്ത് മുകളിലേക്ക് പോയി നമ്മുടെ മൂക്കിൻ്റെ 2 സൈഡിലായിട്ട് അവസാനിപ്പിക്കുക. 1. ഓക്കെ, നല്ല പ്രഷർ കൊടുത്ത് 2, 3. ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആകുമ്പം തന്നെ 4. പിഗ്മെന്റേഷൻ പൊയ്ക്കോളും. നല്ല 5, 6, 7, 8, 9. നല്ല കണ്ണൊക്കെ ക്ലോസ് ചെയ്ത് 10. കണ്ണൊക്കെ ക്ലോസ് ചെയ്ത് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് വേണം എപ്പോഴും ചെയ്യാനായിട്ട്. അടുത്ത നമ്മുടെ മൂക്കിന്റെ 2 സൈഡും നല്ല പോലെ മസാജ് കൊടുക്കുക. ഈ വിരൽ വെച്ചിട്ട് 1, 2, 3, 4, 5. എന്നിട്ട് മൂക്ക് ഫുള്ളായിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എന്നിട്ട് സൈഡിലേക്ക് പോയി താഴേക്ക്.
മൂക്കിലൊക്കെ പിഗ്മെന്റേഷൻസ് ഉണ്ടാവുമല്ലോ, അതുമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണേ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മുടെ ഈ കണ്ണിൻ്റെ കോർണറിൽ വന്നിട്ട് സൈഡിലേക്ക് പോയി താഴേക്ക്. ഓക്കെ, അതായത് ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മുടെ കണ്ണിൻ്റെ സൈഡിൽ വന്നിട്ട് സൈഡിലേക്ക് പോയി താഴേക്ക്. 2 കറക്റ്റായിട്ട് നോക്കി കറക്റ്റായിട്ട് ചെയ്യണേ. 3 നല്ല പ്രസ് ചെയ്ത് മുകളിലേക്ക് പോകണം. 4 ഓയിൽ ഒഴിച്ച് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇലാസ്റ്റിസിറ്റി കിട്ടത്തില്ല, അല്ലെങ്കിൽ സ്കിന്ന് ഡാമേജ് ആവും. 5 6 7 8 9 10. നമുക്ക് ഫേസിന് നല്ലൊരു കളർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഡെയിലി മസാജ് ചെയ്യുമ്പോൾ ഫേസ് കളറും നല്ലപോലെ ഇമ്പ്രൂവ് ആകും കേട്ടോ. അപ്പം അതിനും നല്ലപോലെ സഹായിക്കും. അടുത്തത് നമ്മുടെ ഈ 2 ഭാഗം ഇവിടുന്ന് ഇങ്ങനെ സൈഡിലേക്ക് മസാജ് ചെയ്ത് നമ്മുടെ ടെമ്പിൾ ഏരിയയിലേക്ക് വന്നിട്ട് താഴേക്ക്. 1 ഇവിടുന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് ടെമ്പിൾ ഏരിയയിലേക്ക് വന്നിട്ട് താഴേക്ക്. 2 ഇവിടുന്ന് മസാജ് ചെയ്ത് ടെമ്പിൾ ഏരിയയിലേക്ക് വന്നിട്ട് താഴേക്ക്. 3 4 5 6 7 8 9 10. ഓക്കെ, ഇപ്പൊ തന്നെ നല്ലപോലെ ഒരു ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. അടുത്തത് ഒരു കവിളിൽ ഇതേപോലെ പിടിക്കുക. എന്നിട്ട് അടുത്ത കവിളിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നല്ല കോർണറിലേക്ക് കൊണ്ടുവന്നിട്ട് സൈഡിലേക്ക് പോയി താഴേക്ക്. 1 കണ്ടോ, ഇങ്ങനെ സൈഡിലേക്ക് പോയിട്ട് സൈഡിലേക്ക് പോയി താഴേക്ക്. 2 3 4 5 6 7 8 9 10. ഓക്കെ, അതേപോലെ അടുത്ത സൈഡും. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കവിളിന്റെ അടിഭാഗത്ത് ഇതുപോലെ കൈവയ്ക്കുക, മൂക്കിലും ഇതേപോലെ കൈവയ്ക്കുക. എന്നിട്ട് ഈ ഭാഗം, അതായത് മുകളിലുള്ള ഭാഗം പിരികത്തിന്റെ അടുത്ത് കൂടി വെളിയിലേക്ക് കൊണ്ടുവരിക, താഴെയുള്ള ഭാഗം താടിയുടെ അടുത്തുനിന്ന് വെളിയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ 2 കൈയും ഒരേപോലെ മൂവ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ സൈഡിലേക്ക്. 1 നല്ല പോലെ വെളിയിലേക്ക്. 2 നല്ല വെളിയിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. 3 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ്. അതിനുശേഷം കൈ നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് നല്ലപോലെ നമ്മുടെ കവിളിലും നമ്മൾ മുകളിലും കണ്ണിലും ഒക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഓക്കെ,
അപ്പോൾ ഇത്രയും മസാജിങ് സ്റ്റെപ്സ് ഇന്ന് ചെയ്താൽ മതി. ചെയ്തതിന് ശേഷം നമ്മളിന്ന് മസാജിങ് ചെയ്തതിന് ശേഷം ഫേസ് നല്ലപോലെ വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മുടെ ഫേസ് പിഗ്മെന്റേഷൻ ക്രീം ഉണ്ടല്ലോ, എല്ലാം കൂടെ കുഴഞ്ഞുപോയി. പിഗ്മെന്റേഷൻ ക്രീമിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു പൗഡർ ചെറിയൊരു ബോട്ടിൽ തരും. ആ ഒരു ബോട്ടിൽ പൗഡർ പിഗ്മെന്റേഷൻ ക്രീമിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഫേസ് ഫുള്ളായിട്ട് ഇടുക. മേ ബി അതിനകത്ത് ഒരിതൽ താമര എന്ന് പറയുന്ന ഒരു താമരയുടെ പൊടിയും ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇടുമ്പോൾ ചെറുതായിട്ടൊരു വഴുക്കുന്ന ഫീൽ വരും. അതൊന്നും സാരമില്ല, ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മസാജ് ചെയ്യുന്ന സമയത്തും അതിനകത്ത് അധികം പരുപരിപ്പില്ലാതെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഫേസിൽ അത് വെച്ച് മസാജ് ചെയ്യാനും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഫേസ് ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഇടുക. 1 മണിക്കൂർ കഴിയുമ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് കിടക്കാം. ഇന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഈ മസാജിങ് സ്റ്റെപ്പ് ചെയ്യണം. എന്നിട്ട് രാത്രി കിടക്കാൻ നേരത്ത് പിഗ്മെന്റേഷൻ ക്രീം ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് 1 മണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് കിടക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിഗ്മെന്റേഷൻ ഡേ 3-ലുള്ളത്. അപ്പോൾ ഓയിൽ ഇട്ട് ചെയ്യുന്നവർക്കൊന്നും സെറ്റ് ആകാത്തവരാണെങ്കിൽ ഇട്ട ഉടനെ തന്നെ നമ്മൾ ഫേസ് നല്ലപോലെ വാഷ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. പിഗ്മെന്റേഷൻ പൗഡർ എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കുക. നല്ല റിസൾട്ടുകൾ. ക്രീം ഉപയോഗിച്ചില്ലെങ്കിൽ പോലും പിഗ്മെന്റേഷൻ പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് പാക്ക്, അതായത് മോർണിംഗ് ബ്രൈറ്റനിങ് പാക്ക് ഉണ്ടല്ലോ, ബ്രൈറ്റ് പാക്ക്, സ്കിൻ വൈറ്റനിങ് പാക്ക്, ഇതെല്ലാം തന്നെ പിഗ്മെന്റേഷൻ നല്ലതാണ്. പിന്നെ എല്ലാം കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ബൾക്ക് എമൗണ്ട് ഒരുപാട് ചിലവാക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ പിഗ്മെന്റേഷൻ കോംബോയിൽ മാക്സിമം ചെറുതാക്കി പിഗ്മെന്റേഷൻ പൗഡറും ക്രീമും സോപ്പും ഇത് മാത്രമായിട്ട്. കാരണം പിഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്താലേ അത് പോവുള്ളൂ. എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് കോസ്റ്റും കൂടുതലാവും. കാരണം പ്യുവർ നാച്ചുറലാണ് നമ്മുടെ പ്രോഡക്റ്റ്. അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും നിങ്ങൾക്ക് എല്ലാം കൂടെ വാങ്ങിക്കുമ്പം. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ കുറച്ച് ചെറുതായിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഡൗട്ട്സ് എല്ലാം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പ്രോഡക്ട്സ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.